ബില്യൺ കണക്കിന് ഡോളറുകളാണ് ഇസ്രായേൽ ഈ പ്രതിരോധ സംവിധാനത്തിനായി ചിലവഴിക്കുന്നത്. പക്ഷേ മുടക്കുന്ന പണത്തിനനുസരിച്ചുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? പറഞ്ഞു വരുന്നത് ഇസ്രായേലിന്റെ പ്രധാന പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ കുറിച്ചാണ്. ശത്രുക്കൾ വിക്ഷേപിക്കുന്ന മിസൈലുകളെ തിരിച്ചറിഞ്ഞ് സ്വയം പ്രതിരോധിക്കുന്ന സംവിധാനമാണ് അയൺ ഡോം. എന്നാൽ ഇസ്രായേലിന്റെ അയൺ ഡോമിനെ അസാധാരണമായി നേരിട്ട് ആക്രമിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള. ഗൈഡഡ് മിസൈൽ ഉപയോഗിച്ച് റാമോട്ട് നഫ്താലിയിലെ ഇസ്രായേലിന്റെ അയൺ ഡോം എയർ ഡിഫൻസ് സിസ്റ്റത്തെ ഹിസ്ബുള്ള അതിവിദഗ്ധമായി ലക്ഷ്യമിട്ടു. ഇസ്രായേലിന്റെ മോശം സമയം എന്ന് പറഞ്ഞാൽ മതി. അയൺ ഡോമിന് നേരെ വരുന്ന ആക്രമണം പോലും അതിന് ചെറുക്കാൻ സാധിക്കുന്നില്ലെന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഹിസ്ബുള്ള പുറത്തുവിട്ടിട്ടുണ്ടെങ്കിലും പതിവ് പോലെ ജാള്യത മറച്ചുപിടിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേന ഈ ആക്രമണത്തെ നിഷേധിക്കുകയാണുണ്ടായത്. ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ലെന്ന ഭാവത്തിലാണ് ഇസ്രായേലിന്റെ പ്രതികരണം. നേരത്തെ ജൂൺ 2 ആക്രമണ ഡ്രോണുകൾ ഉപയോഗിച്ച് ഗോലാൻ ഹൈറ്റ്സിലെ അയൺ ഡോം സിസ്റ്റത്തിന്റെ റഡാർ നശിപ്പിച്ചതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടിരുന്നു. അന്ന് ഹിസ്ബുള്ള പ്രയോഗിച്ച ഡ്രോണുകൾ റഡാറിൽ ഇടിക്കുകയും സ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്തതോടെ സൈനികർ കൊല്ലപ്പെടുകയും ചിലർക്ക് ഗുരുതര പരിക്കുകളേൽക്കുകയും ചെയ്തു. ഈ ആക്രമണങ്ങളിലൂടെയെല്ലാം ഇസ്രായേലിന് ഹിസ്ബുള്ള വ്യക്തമായ സന്ദേശമാണ് നൽകുന്നതെന്ന് യുദ്ധവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇസ്രായേലിനെ അടിമുടി മുടിപ്പിക്കാൻ ശേഷിയുള്ള അത്യുഗ്രൻ ആയുധ ശേഖരങ്ങൾ തങ്ങളുടെ കൈവശമുണ്ടെന്ന് പറയാതെ പറയുന്നുമുണ്ട് ഹിസ്ബുള്ള. വേണ്ടി വന്നാൽ എല്ലാം അവസാനിപ്പിക്കാനുള്ള അന്തിമ പോരാട്ടത്തിന് തങ്ങൾ തയ്യാറാണെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് ലെബനൻ സായുധ സംഘം. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ശത്രുത രൂക്ഷമായ സാഹചര്യത്തിലാണ് അയൺ ഡോം പ്രതിരോധ സംവിധാനം നശിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഇസ്രായേലും ലെബനൻ സായുധ സംഘവും തമ്മിലുള്ള പോരാട്ടത്തിൽ ഏറെ വർധനയുണ്ടായി. ലെബനൻ പ്രദേശത്തേക്ക് ഇസ്രായേൽ കൂടുതൽ ആക്രമണം നടത്തുകയാണ്. സയനിസ്റ്റുകൾക്കെതിരായ സമാനതകളില്ലാത്ത പോരാട്ടത്തിൽ അൽമാസ് എന്നറിയപ്പെടുന്ന ഏറെ കൃത്യതയുള്ള 3 തരം മിസൈലുകളാണ് ഹിസ്ബുള്ള തൊടുത്തുവിട്ടത്. 2006 ഇസ്രായേൽ ലെബനാൻ യുദ്ധസമയത്ത് പിടിച്ചെടുത്ത ഇസ്രായേൽ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ വികസിപ്പിച്ച മിസൈലുകളാണ് അൽമാസ്. നേരത്തെ തന്നെ ലക്ഷ്യം നിർണ്ണയിക്കാനും അല്ലെങ്കിൽ റിമോട്ട് കൺട്രോളർ വഴി ലക്ഷ്യം ക്രമീകരിക്കാനും അൽമാസ് മിസൈലുകൾക്ക് സാധിക്കുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ മിസൈലുകൾക്ക് കൂടുതൽ റേഞ്ചും വിസ്ഫോടന ശേഷിയുമുണ്ടെന്നാണ് പരക്കെ വിലയിരുത്തപ്പെടുന്നത്. ഫൈബർ ഒപ്റ്റിക് റിലേ കേബിളുമായി ബന്ധിപ്പിച്ച ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഗൈഡൻസ് സംവിധാനമാണ് ഇതിനെ നയിക്കുന്നത്. അതിനാൽ ഇതിനെ പ്രതിരോധിക്കാനോ നിശ്ചലമാക്കാനോ സാധ്യമല്ലെന്നാണ് വിദഗ്ധാഭിപ്രായം. ഫലസ്തീനിൽ ആക്രമണം ആരംഭിച്ചതു മുതൽ ഇറാന്റെ പിന്തുണയോടെ ഹിസ്ബുള്ളയിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് അയൺ ഡോം സംവിധാനത്തെയായിരുന്നു. ഇസ്രായേലിന്റെ ബഹുതല വ്യോമ പ്രതിരോധ തന്ത്രത്തിന്റെ നിർണായക ഘടകമാണ് അയൺ ഡോം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പിന്തുണയോടെ വികസിപ്പിച്ചെടുത്ത ഇത് ഹ്രസ്വദൂര റോക്കറ്റുകളെ തടസ്സപ്പെടുത്തുന്നതിനു വേണ്ടി വ്യാപകമായി ഉപയോഗിച്ചു പോന്നു. ഈ പ്രതിരോധ സംവിധാനം ആയിരക്കണക്കിന് മിസൈലുകളെ തടഞ്ഞുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. പ്രത്യേകിച്ചും ഹമാസുമായും ഹിസ്ബുള്ളയുമായും നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ വ്യാപകമായി ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയെന്നും 90% ഇത് വിജയകരമായിരുന്നുവെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു. 2006 ലെബനൻ യുദ്ധത്തിന് ശേഷം ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റവും വലിയ സംഘർഷമാണിതെന്നതിൽ തർക്കമില്ല. വടക്കൻ മേഖലയിലെ 96,000 ഇസ്രായേലികൾക്ക് അവരുടെ വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്നു. 100,000 ലെബനൻ സിവിലിയന്മാരെ മാറ്റി പാർപ്പിക്കുകയുമുണ്ടായി. സംഘർഷത്തിന്റെ വ്യാപ്തി സൂചിപ്പിക്കുന്നതാണ് ഈ കണക്കുകളൊക്കെയും.